ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതിയോഗം 39-ാമത്തെ ശ്ലോകം. യച്ചാപി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനായത് സ്യാന്മയാ ഭൂതം ചരാചരം. യച്ചാപി യത് ച അബി എന്നാണ് മലയാളം. ചരാചര ജഗത്തിനും ബീജമായതു ജ്ഞാനയെ, എന്നിൽ നിന്നുളവാകാത്തതൊന്നുമില്ലീ ജഗത്തിതിൽ. അർജുന, അഭിച്ച മാത്രമല്ല, ഇതുവരെ പറഞ്ഞതിൽ നിന്ന് തുടരുന്നതുകൊണ്ടാണ് മാത്രമല്ല എന്നവിടെ ഉപയോഗിച്ചത്. സർവഭൂതാനാം ബീജം, എല്ലാ ഭൂതങ്ങളുടെയും ബീജം. യത് അഹം, യാതൊന്നോ അത് ഞാനാണ്. ചരാചരം യത് ഭൂതം, ചരമായ വസ്തുക്കളും അചരമായ വസ്തുക്കളുമായ ഒന്നും തന്നെ സ്യാത് തത് മയാ വിനാ ന അസ്തി, എന്നെ കൂടാതെ നിലനിൽക്കുന്നില്ല. സർവഭൂതാനാം ബീജം, ഇപ്പോൾ പരമാത്മതത്വം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാര സാഗരത്തിൽ ജീവിക്കുമ്പോൾ വിഷയങ്ങൾ ഉണ്ടാവാം, വികാരങ്ങൾ ഉണ്ടാവാം, വിചാരങ്ങൾ ഉണ്ടാവാം. ആ ജീവിക്കുന്ന ആൾക്ക് എന്താണ് സത്യം, എന്താണ് അല്ലെങ്കിൽ എന്താണ് ഈ പരമാത്മാവ് എന്നത് വിവരിക്കാൻ വേണ്ടിയിട്ട് കുറേ വിഭൂതികളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇതിനി വീണ്ടും കുറേ പറയാൻ ഇരിക്കുന്നു. പക്ഷേ ശ്രേഷ്ഠങ്ങളായതാണ് ഞാൻ ആദ്യം നിനക്ക് പറഞ്ഞു തരുന്നത് എന്നും തോന്നി പറഞ്ഞു കൊടുത്തു, അർജുനന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എല്ലാ സൃഷ്ടികൾക്കും എല്ലാ ഭൂതങ്ങളുടെയും ബീജം ഞാനാകുന്നു. എല്ലാ സൃഷ്ടിയും എന്നിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു വിത്ത്, ചെടി, ഇതിൻ്റെ ഒന്ന് ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഒരു ചെടി ഒരു പയർമണി കാണിച്ചിട്ട് കുട്ടികളോട് പറയുകയാണ്, ഇതിൽ ചെടിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അവ്യക്തമാണ്, അവിടെ ഒന്നും കാണില്ല, ചെടിയൊന്നും കാണില്ല. കാണാത്തത് കുട്ടികൾ വിശ്വസിക്കില്ല, കുട്ടികളെന്നല്ല ആരും തന്നെ വിശ്വസിക്കില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് ചെടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. പക്ഷെ അത് മണ്ണിൽ കുഴിച്ചിട്ട് അതിൽ നിന്ന് മുള പൊട്ടി ഇലകൾ വരുന്നത് കാണുമ്പോൾ മനസ്സിലാവും. മുള പൊട്ടി ഇലകൾ ആവുമ്പോൾ അത് വ്യക്തമായി തീരാണ്. കുറച്ച് കഴിഞ്ഞാൽ അത് വളർന്ന് വലിയൊരു മരമായിട്ട് തീരും. അപ്പോൾ ഒരു വിത്ത് ആയിട്ട് നിൽക്കുമ്പോൾ, ഇപ്പോൾ മാങ്ങയുടെ അണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ ചക്കയുടെ കുരുവാണെങ്കിലും അല്ലെങ്കിൽ പയർ വിത്തായാലും ചെറുതായാലും വലുതായാലും അത് മുളച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം മുകളിലേക്ക് ഉയരുന്നു, ഒരു ഭാഗം താഴേക്കും പോകുന്നു അല്ലേ. താഴേക്ക് വളരുന്നത് വേരായിട്ട് വളരുന്നു, മുകളിലേക്ക് വരുന്നത് ബ്രാഞ്ചസ് ആയിട്ട് ചെടിയായിട്ട് വളരുന്നു. അപ്പോൾ അവിടെ അത് വ്യക്തമായി നമുക്ക്. അപ്പോൾ വ്യക്തമല്ലാത്തതിൽ നിന്ന് അവ്യക്തതയിൽ നിന്ന് വ്യക്തത്തിലേക്ക് വരികയാണ്. അവ്യക്താവസ്ഥയിൽ പ്രപഞ്ചമാകെ ഇരിക്കുന്നതിനാണ് നമ്മൾ പ്രളയം എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് അതിൽ നിന്ന് സൃഷ്ടി ആരംഭിക്കുന്നു, അല്ലെങ്കിൽ സൃഷ്ടി വരുമ്പോൾ അതിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. വീണ്ടും എന്നിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാവിധ വസ്തുക്കളുടെയും, ചരങ്ങളായാലും ശരി അചരങ്ങളായാലും ശരി, ഒന്നും തന്നെ എന്നെ കൂടാതെ നിലനിൽക്കുന്നില്ല അർജുന. അപ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണെങ്കിൽ നമ്മളുടെ സ്വഭാവം എന്താണെന്നോ, നമ്മളുടെ സംസ്കാരം എന്താണെന്നോ, നമ്മളുടെ വിദ്യാഭ്യാസം എന്താണെന്നോ, നമ്മളുടെ ആചാരങ്ങൾ എന്താണെന്നോ ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല. അതെല്ലാം അവ്യക്തതയിലാണ്. നമ്മളുടെ വ്യക്തിത്വ വിശേഷങ്ങൾ മുഴുവനായിട്ടും അവ്യക്തതയിലാണ്. പക്ഷേ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ നേരത്തെ പറഞ്ഞ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കും. എന്താണോ ഞാൻ ചെയ്യേണ്ടത്, അല്ലേ, എൻ്റെ ആചാരങ്ങൾ എന്താണോ, എൻ്റെ വിദ്യാഭ്യാസം എന്താണോ, എൻ്റെ സ്വഭാവം എന്താണോ, അതിനനുസരിച്ച് ഞാൻ ജീവിക്കുന്നു. അപ്പോൾ അതെന്തായി, എല്ലാം പ്രകടങ്ങളായി, എല്ലാം വളരെ വ്യക്തമായി. അപ്പോൾ എല്ലാ വാസനകളുടെയും, അപ്പോൾ നമ്മളുടെ മനസ്സിലുള്ള എല്ലാ വാസനകളുടെയും വിശ്രമാവസ്ഥയാണ് എന്ത്, ഈ പ്രളയം. ഇനി വിശ്വമാകെ അതിൻ്റെ ബീജാവസ്ഥയിൽ നിലകൊള്ളും. നാരായണീയത്തിലും ഇതെല്ലാം പറയുന്നുണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണ് എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടി ഉണ്ടായത് എന്നുള്ളതെല്ലാം വളരെ വിശദമായിട്ട് പറയുന്നു.
പരമാത്മാവ് തന്നെയാണ് ഇപ്പോൾ ഇപ്പം ഇവിടെ അർജുനന് ഉപദേശം കൊടുക്കുകയാണല്ലോ. അപ്പം അർജുനന് ഉപദേശം കൊടുക്കുമ്പോൾ ഭഗവാൻ ഇവിടെ സംസാരിക്കുന്നത് തന്നെ ഒരു പരമാത്മാവായിട്ടാണ്. അപ്പോൾ ഈശ്വരൻ എന്ന നിലയ്ക്കാണ് താൻ സംസാരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഉപദേശരൂപേണയാണ് പറയുന്നതെങ്കിൽ പോലും ഈ പരമാത്മാവ് ആദ്യമുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. അല്ല, ഈ സംസാര വൃക്ഷത്തിൻ്റെ ബീജം ഞാനാകുന്നു എന്ന് ഒന്നും കൂടെ വിശ്വസിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി, അതായത് ലാസ്റ്റ് പറയുന്നത് വീണ്ടും അത് തന്നെയാണ്. ന തദസ്തി വിനാ യൽ സ്യാദ് മയാ ഭൂതം ചരാചരം. ഈ ലോകത്തുള്ള ചരാചരങ്ങളൊന്നും തന്നെ ഞാനില്ലാതെ നിലനിൽക്കുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് ഉണ്ട്. കടലാണ്, കടലിൽ നിന്ന് തിരകളുണ്ടായി, വീണ്ടും കടലിലേക്ക് അത് തിര വേറെ ഞാൻ വേറെ എന്ന് പറഞ്ഞ് കടലിന് മാറി നിൽക്കാൻ പറ്റില്ല. കടലില്ലാണ്ട് തിരകളുണ്ടാവില്ല. കടലിലേക്ക് തന്നെയാണ് അവ ലയിക്കുന്നത്. അപ്പോൾ ഒരു അവിദ്യയിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടാകുന്നത്. ആ അവിദ്യ അവ്യക്തമായ ഇതിൽ നിന്ന് വ്യക്തതയിലേക്ക് വരുമ്പോഴാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. മണ്ണിൽ നിന്ന് പാത്രങ്ങൾ ഉണ്ടാക്കുന്നതും സ്വർണത്തിൽ നിന്ന് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു. ഏത് ആഭരണം എടുത്താലും അതിൽ എന്താണുള്ളത്? സ്വർണം. അപ്പോൾ അതിൻ്റെ ബേസിക് എന്താണ്? സ്വർണ്ണമാണ്. അതേപോലെ തന്നെയാണ് മൺപാത്രങ്ങളുടെ കഥയും. ഇനി 40ാമത്തെ ശ്ലോകത്തിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിപ്പിച്ച് ഏകോപിപ്പിച്ച് ഒന്നും കൂടെ പറഞ്ഞ് അർജുനനോട് ഉപദേശം കൊടുക്കുകയാണ്. 40ാമത്തെ ശ്ലോകം. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ ഏഷ തൂ ഉദ്ദേശതഃ പ്രോക്തോ വിഭൂതിർ വിസ്തരോ മയ. നാന്തേ അസ്തി എന്ന് പറഞ്ഞാൽ അന്തഹ ന അസ്തി എന്നുള്ളതിനാണ് വായിച്ചത്. മലയാളം. എൻ ദിവ്യമാം വിഭൂതിക്കുന്ന അന്തമില്ല കുരുദ്ദുഹ ഇതാ ചിലത് വർണ്ണിച്ചൊന്നോതി ഞാനിന്ന് ഭാരത. പരന്തപ, അല്ലയോ അർജുന, മമ ദിവ്യാനാം വിഭൂതീനാം, എൻ്റെ ദിവ്യങ്ങളായ വിഭൂതികൾക്ക് അന്തഹ ന അസ്തി, ഒരു അവസാനവുമില്ല. വിഭൂതേ ഏഷ വിസ്തരഃ തു ഉദ്ദേശതഃ മയാ പ്രോക്തഃ. ഇപ്പോൾ പറയപ്പെട്ട വിഭൂതി, ഞാൻ കുറച്ച് വിഭൂതികളെപ്പറ്റി വിസ്തരിച്ചല്ലോ, അത് ഒരു ചുരുക്കം മാത്രമാണ്. കുട്ടികൾ പഠിച്ചു കഴിഞ്ഞ് ഷോർട്ട് നോട്ട് എഴുതുന്ന പോലെയാണ്. ആ ചുരുക്കം മാത്രമാണ് ഞാനിവിടെ വിവരിച്ചത്. അല്ലാതെ നമ്മൾ ഇതിനു മുന്നേ ചില ശ്ലോകങ്ങളിൽ പറയുന്ന പോലെ കടലിൻ്റെ തീരത്ത് ചെന്ന് മണൽത്തരി എത്രയുണ്ടെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അല്ലെങ്കിൽ ആകാശത്തിലുള്ള നക്ഷത്ര സമൂഹം മുഴുവൻ എണ്ണുന്ന പോലെയാണ് എൻ്റെ വിഭൂതികൾ. ഒരിക്കലും അവസാനമില്ല. നീ ചോദിച്ചത് കൊണ്ട് ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ചിലത് നിനക്ക് വേണ്ടി പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തന്നെ ഇത് പറഞ്ഞിട്ട് തന്നെയാണ് ഈ ശ്ലോകങ്ങളിലെ പകുതി ഭാഗമല്ലേ 22ാമത്തെ ശ്ലോകം മറ്റേ എത്തിയിട്ട് അവിടെ നിന്ന് തന്നെ ഇതാണ് പറയുന്നത്. അപ്പോൾ ഈ വിഭൂതികൾക്ക് യാതൊരു അറ്റവുമില്ല, അത് വിവരിക്കാൻ പറ്റൂല. ഭാഷ അതിന് ഒട്ടും ഒരു ഭാഷയ്ക്ക് അത് വിവരിക്കാനുള്ള അത്ര തന്നെ കഴിവില്ല. എന്നാലും എന്താണ്, നിന്നോടുള്ള വാത്സല്യം കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ അർജുന. വിഭൂതികളിൽ നമ്മൾ ബ്രഹ്മാണ്ടം മുഴുവനായിട്ടും പല പല വസ്തുക്കളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. വ്യക്തികളെപ്പറ്റി പറഞ്ഞു, മനുഷ്യരുടെ വിചാരങ്ങളെപ്പറ്റി പറഞ്ഞു, ചരങ്ങളായ വസ്തുക്കളെപ്പറ്റി പറഞ്ഞു, അചരങ്ങളെപ്പറ്റി പറഞ്ഞു, വേദമന്ത്രങ്ങളെപ്പറ്റി പറഞ്ഞു. അങ്ങനെ എന്താണ് പറയാത്തത്? ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ഒരുവിധം കുറച്ചൊക്കെ നിനക്ക് പറഞ്ഞു. ഒരുവിധം എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. കാരണം ആർക്കും തന്നെ എണ്ണിയാൽ തീരാത്ത അത്രയും വിഭൂതികൾ എനിക്കുണ്ട്. അത് മുഴുവനായിട്ടും നിനക്ക് വിസ്തരിക്കുന്നില്ല. എങ്കിലും ഇപ്പം നമ്മൾ ചിലപ്പോൾ പറയില്ലേ, കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് നിനക്ക് ഭാവിയിൽ ഉപയോഗപ്പെടുമെന്ന് പറയില്ലേ. അതിനാണല്ലോ നമ്മൾ ഭാഷയൊക്കെ പഠിക്കുന്നത്.
ചിലപ്പം നമ്മൾ ABCD എന്നുള്ള ലെറ്റേഴ്സ് പഠിച്ചാലേ മുകളിലേക്കുള്ള ക്ലാസ്സുകളിലുള്ള അക്ഷരങ്ങളും വാക്കുകളും കൂട്ടി വായിക്കാൻ പറ്റുള്ളൂ. അക്ഷരമാല പഠിച്ചാലേ മലയാളത്തിൽ അത് വായിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഞാൻ പറഞ്ഞു തരുന്ന ഈ വിഭൂതികൾ ചിലപ്പം നിനക്ക് എന്തായാലും, ചിലപ്പോൾ എന്നല്ല, എന്തായാലും നിനക്ക് ഉപയോഗമേ വരുത്തുള്ളൂ. പക്ഷേ എന്താണ് ചിലപ്പോൾ എന്ന് പറഞ്ഞത്, അത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ തത്വം ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ നീ അതിനനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിനക്ക് ശ്രേയസ്കരം മാത്രമേ ആവുള്ളൂ. അത് മുഴുവൻ വിഭൂതികളെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് പറയുകയാണെങ്കിൽ ചിലപ്പം അന്തമില്ലാത്തതല്ലേ, അപ്പോൾ എഴുതി തീരില്ല എന്ന് പറഞ്ഞ മാതിരി എത്ര പറഞ്ഞാലും അവസാനിക്കില്ല. അർജുനൻ്റെ ജന്മം മുഴുവൻ കഴിഞ്ഞാലും അതവിടെ അവസാനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഷോർട്ട് നോട്ടാക്കിയിട്ട് കുറച്ച് പറഞ്ഞ എന്താണ് കേട്ടോ അർജുന. ഇനി 41ാമത്തെ ശ്ലോകം. യദ് യദ് വിഭൂതി മത്സത്വം ശ്രീമദ് ഊർജിതമേവ വാ തത്തദേവാവഗച്ഛ ത്വം മമ തേജോംശ സംഭവം. മലയാളം. ഏതു വസ്തുവിൽ ഐശ്വര്യം, ഏതാണ് ഊർജം തികഞ്ഞതും, അതെല്ലാം എൻ്റെ തേജസ്സിൻ അംശമെന്നോർക്കുക അർജുന. വിഭൂതിമത് ശ്രീമദ്, മഹിമയുള്ളത് എന്താണോ അല്ലെങ്കിൽ ഐശ്വര്യമുള്ളത് എന്താണോ, ഊർജിതം ഏവവ, ഉൾക്കരുത്തുള്ളത് ഏതാണ് ആയി, യത് യത് സത്വം തത് തത്, ഏതൊക്കെ ഉണ്ടോ, എന്തെല്ലാം വസ്തുക്കളുണ്ടോ ആ സത്വങ്ങൾ എല്ലാം തന്നെയും അതെല്ലാം മമ തേജോംശ സംഭവം ഏവ, എൻ്റെ തേജസ്സിൻ്റെ അംശത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് എന്ന് ത്വം അവഗച്ഛ, നീ അറിയുക. ഉദാഹരണങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു കൊടുത്തതിന് ശേഷം ആറ്റിക്കുറുക്കി അവസാനം പറയാണ്, ഇങ്ങനെ മഹിമയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഐശ്വര്യമുള്ളത്, അതായത് ഒരു പ്രത്യേക വിശിഷ്ടമായിട്ടുള്ള ഗുണങ്ങൾ നിലനിൽക്കുന്നത് എന്നാണ്. എന്തൊക്കെയാണ് ഗുണം? പ്രപഞ്ചത്തിൽ നീ മനസ്സിലാക്കേണ്ടത്, എൻ്റെ വിഭൂതികളെപ്പറ്റി ഞാൻ കുറേ അധികം പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിൽ നിന്ന് നീ മനസ്സിലാക്കേണ്ടത്, പ്രപഞ്ചത്തിൽ ആനന്ദം, ഉത്സാഹം, സദാചാരം, നിർഭയത്വം എന്നീ ദൈവഗുണങ്ങളൊക്കെ എവിടെയുണ്ടോ അത് എല്ലാം എന്നിൽ നിന്നുണ്ടായതാണ്, എൻ്റെ തേജസ്സിൻ്റെ അംശത്തിൽ നിന്നുണ്ടായവയാണ്. കാമക്രോധാദി ദുർഗുണങ്ങളും തമസ്സും അജ്ഞാനമൊക്കെ ആണെങ്കിൽ അവിടെ ഭഗവാൻ ഉണ്ടാവില്ല. അപ്പോൾ ഭഗവത് വിഭൂതിയിൽ നമ്മൾ ശ്രേഷ്ഠങ്ങളായ വസ്തുക്കളെ പറ്റി മാത്രമാണ് പറഞ്ഞത്, അല്ലാണ്ട് ഈ ദുർഗുണങ്ങളുടെ കാര്യമല്ല. അപ്പോൾ അങ്ങനെ മഹത്വം ഉള്ള, നമ്മൾക്കിപ്പോൾ ഒരാളോട് പെരുമാറുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. നമ്മൾ പറയും നല്ല തറവാടിത്തമുണ്ട്, അല്ലെങ്കിൽ നല്ല ഐശ്വര്യമുണ്ട് എന്നൊക്കെ പറയും. ഒരാളുടെ സംസാരത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും ഒക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, മറ്റുള്ളവരോടുള്ള ഇടപെടലിൽ. അപ്പോൾ നമുക്ക് ഈ ആ മനുഷ്യനിൽ ഒരു ദൈവീകത കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അതുകൊണ്ട് അവരെ നമ്മളുടെ ഒരു സുഹൃത്താക്കുന്നതിലും തെറ്റില്ല. അപ്പോൾ ഒരു ആജ്ഞാശക്തിയുള്ള ഒരു പ്രത്യേക വ്യക്തിപ്രഭാവം ഉണ്ടാവും, പേഴ്സണാലിറ്റി എന്ന് നമ്മൾ പറയില്ലേ, അത് എല്ലാ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഉത്സാഹം ഉണ്ടാവും. ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അങ്ങനെയല്ലേ, എപ്പോഴും എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും കുറേ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ മിത്രങ്ങളായിട്ട് കരുതാം. അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് ഒന്നും പറയാനില്ല. എന്തിലൊക്കെയാണോ ഐശ്വര്യമുള്ളത്, ഉൾക്കരുത്തുള്ളത്, അതെല്ലാം എന്നിൽ നിന്നുണ്ടായതാണ്, എൻ്റെ തേജസ്സിൻ്റെ അംശം കൊണ്ടുണ്ടായതാണ്. അങ്ങനെയുള്ള ആൾക്കാരിൽ എന്തുണ്ടാവും? ഐശ്വര്യ ഊർജ്ജസ്വലതയും അവരുടെ പ്രവൃത്തികളിലും കാണും. അതിൻ്റെ അർത്ഥം അവിടെയെല്ലാം ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്നാണ്. ഇത് എത്രയോ മഹാത്മ്യത്തിൽ വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ അവിടെ പറഞ്ഞത്. അപ്പം എന്താണോ നമ്മളുടെ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കൾ, അതിലുള്ള ഭഗവാന്റെ മഹിമയുടെ വർണ്ണനാണ്, അല്ലെങ്കിൽ വിഭൂതികളുടെ വർണ്ണിക്കലാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പം നമ്മൾക്കും
ഇവിടെ പറഞ്ഞു കൊടുത്ത വിഭൂതികളെല്ലാം അർജുനനോടാണ് പറഞ്ഞതെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീത പഠിക്കുമ്പോൾ ഇതെല്ലാം ശ്രീകൃഷ്ണൻ അർജുനൻ ഉപദേശിച്ച കാര്യമല്ലേ, അത് നമ്മളിപ്പോൾ എന്തിനാണ് കേൾക്കുന്നത് എന്നല്ല. അർജുനൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്, നമ്മളിൽ ഒരാളാണ്. അതുകൊണ്ട് ഭഗവാൻ നേരിട്ട് തന്നെ നമ്മളോട് പറയുന്ന പോലെയാണ് എടുക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവത് സ്മരണയോടുകൂടെ ചെയ്യണം, ഭഗവാനിൽ അർപ്പിക്കുന്ന രീതിയിൽ ചെയ്യണം. ഇതെല്ലാം നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ കൂടുതലായിട്ട് അർജുന വിവരിക്കേണ്ട ആവശ്യമില്ല. ഏതെല്ലാമാണോ ഈ ശ്രേഷ്ഠ വസ്തുക്കൾ അതെല്ലാം എൻ്റെ തേജസ്സിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. ഇനി ഒരു ശ്ലോകം കൂടിയുണ്ട്, അത് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ വായിക്കുമ്പോൾ സമയം അധികം. ഓക്കെ. അസ്മിൻ പരാത്മനുപാദ്മകൽപ്പേ ത്വമിത്തമുത്ഥാപിതപൽമയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണോ